ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് LGS വിജ്ഞാപനം 2025 അവസാനത്തോടുകൂടി വരാൻ പോവുകയാണ്. സോ കമ്പനി ബോർഡ് LGS തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 20 മാർക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഒപ്പം തന്നെ വനമേഖലയുമായി ബന്ധപ്പെട്ട് SCERT NCERT പാഠപുസ്തകങ്ങൾ ഉൾപ്പെട്ട ഭാഗവും നിങ്ങളെ പരിചയപ്പെടുത്തി പരീക്ഷയ്ക്ക് കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി തയ്യാറെടുക്കാനായി സഹായിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നിലവിലെ മാറിയതും പഴയതുമായ SCERT NCERT പാഠപുസ്തകങ്ങൾ വനമേഖലയുമായി അല്ലെങ്കിൽ വനത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്നുള്ള വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് വേണ്ടി പോകാൻ. അപ്പൊ നമുക്ക് നോക്കാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് SCERT NCERT ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ നോക്കിയേ, നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. ഇവിടെ ചോദിക്കുന്നത് കേരളത്തിലെ മഴനിഴൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആദ്യത്തെ പ്രസ്താവന നോക്കാം. മഴനിഴൽ പ്രദേശങ്ങളുടെ രൂപീകരണത്തിന് പർവ്വതവൃഷ്ടി നിർണായകമായി സ്വാധീനിക്കുന്നു. മഴനിഴൽ പ്രദേശങ്ങളുടെ രൂപീകരണത്തിന് പർവ്വതവൃഷ്ടി നിർണായകമായി സ്വാധീനിക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരളത്തിലെ മഴനിഴൽ പ്രദേശത്തിന് ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ. അപ്പൊ കേരളത്തിലെ മഴനിഴൽ പ്രദേശത്തിന് ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ. നെക്സ്റ്റ്, വംശനാശം സംഭവിക്കുന്ന അപൂർവ ഇനം ജീവികളായ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും ചിന്നാർ മേഖലയിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും പശ്ചിമഘട്ടവും എന്തിനു സഹായിക്കുന്നു? മഴനിഴൽ പ്രദേശത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ പ്രധാനപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റുകളാണ് ആരുമായി ബന്ധപ്പെട്ട് പറയുന്നത്? കേരളത്തിലെ മഴനിഴൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ 2ഉം 3ഉം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പം ഈ രീതിയിലാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായ ഓപ്ഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ജോലി. അപ്പൊ നോക്കിയേ, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, എന്താണ് പർവ്വതവൃഷ്ടി? നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫീച്ചറാണ് പർവ്വതവൃഷ്ടി എന്ന് പറയുന്നത്. അത് എന്താണെന്ന് കൃത്യമായ ഫിഗറിന്റെ സഹായത്തോടു കൂടി തന്നെ അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, കേരളത്തിലെ മഴനിഴൽ പ്രദേശത്തിന് ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജനറൽ PSC ഉദ്യോഗാർത്ഥികൾ സാധാരണയായി കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, വംശനാശം സംഭവിക്കുന്ന അപൂർവ ഇനം ജീവികളായ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും ചിന്നാർ മേഖലയിൽ കാണപ്പെടുന്നു. ഇതും ശരിയാണ്. ഇതും ജനറൽ PSCയിൽ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും പശ്ചിമഘട്ടവും കേരളത്തിലെ മഴനിഴൽ പ്രദേശത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. ഈ പ്രസ്താവനയും ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷനിൽ എല്ലാം ശരിയാണ് എന്നതാണ് നമുക്ക് ശരിയായ ഓപ്ഷനായിട്ട് പരിഗണിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് നോക്കാം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു പർവ്വതവൃഷ്ടി. എന്താണ് പർവ്വതവൃഷ്ടി? എന്താണ് പർവ്വതവൃഷ്ടിക്ക് മഴനിഴൽ പ്രദേശങ്ങളുമായുള്ള ബന്ധം എന്നാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഇതൊരു വലിയ പർവ്വതമാണെന്ന് നിങ്ങൾ കരുതുക. ഇതൊരു വലിയ പർവ്വതമാണ്. ഈ പർവ്വതത്തിന്റെ ഈ ഒരു ഭാഗത്ത് സമുദ്രം, കടൽ ഉണ്ട്. അപ്പം പർവ്വതം, അതിന്റെ ഒരു സൈഡില് സമുദ്രമുണ്ട് അല്ലെങ്കിൽ കടൽ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയം ഉണ്ടെന്ന് കരുതുക. അവിടെ നിന്നും എന്ത് സംഭവിക്കും? കാറ്റ് ഈ പർവ്വതത്തിന്റെ വശങ്ങളിലേക്ക് വീശിയടിക്കും. ഈ വീശുന്ന കാറ്റിനോടൊപ്പം സമുദ്രത്തിലെ അല്ലെങ്കിൽ ആ ജലാശയത്തിലെ ജലം നീരാവിയായി അതുകൂടി വ്യാപിച്ചായിരിക്കും വീശുന്നത്. ഓക്കെ ആണല്ലോ? ഈ വീശുന്നതിനെ ഈ പർവ്വതത്തിന്റെ ഈ ഒരു സൈഡ് എന്ത് ചെയ്യും? തടയുന്നതിന്റെ ഫലമായിട്ട് ഈർപ്പവാഹിയായ കാറ്റ് ഈ സൈഡിലൂടെ മുകളിലേക്ക് എന്ത് ചെയ്യും? ഉയരും. ഓക്കെ ആണല്ലോ?
അപ്പൊ കാറ്റിന് അഭിമുഖമായ വശമാണ് ഈ ഭാഗം. മുകളിലേക്ക് ഉയർന്ന് പർവ്വതത്തിന്റെ ഈ ഭാഗങ്ങളിൽ മേഘങ്ങളെ ഉണ്ടാക്കും. ഈ ഭാഗങ്ങളിൽ മേഘങ്ങളെ രൂപം കൊള്ളിക്കും. ഈ ഒരു സൈഡിൽ മഴ പെയ്യ്ക്കുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുന്ന മഴയെ അറിയപ്പെടുന്ന പേരാണ് പർവ്വത വൃഷ്ടി. പർവ്വതവൃഷ്ടിക്ക് മറ്റു രണ്ട് പേരുകൾ കൂടിയുണ്ട്, ശൈലവൃഷ്ടി അഥവാ പർവ്വത മഴ. ഇംഗ്ലീഷിൽ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഓറോഗ്രഫിക് റെയിൻഫാൾ. ശ്രദ്ധിക്കണം, ഈ ടേമുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രത്യേകതയെ തന്നെ ഉദ്ദേശിച്ച് പറയുന്ന പേരുകളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പം പർവ്വതവൃഷ്ടി, ശൈലവൃഷ്ടി, പർവ്വത മഴ, ഓറോഗ്രഫിക് റെയിൻഫാൾ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ്? പർവ്വതത്തിന്റെ കാറ്റിന് അഭിമുഖമായ പ്രദേശത്ത് മഴ പെയ്യിക്കുന്നു. പർവ്വതമാണ് ഇവിടെ മഴയ്ക്ക് കാരണക്കാരനായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പർവ്വതവൃഷ്ടി എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇനി ഈ പർവ്വതവൃഷ്ടിയിലൂടെ എങ്ങനെയാണ് മഴനിഴൽ പ്രദേശം ഉണ്ടാവുന്നത് നോക്കിയേ. അപ്പൊ കാറ്റിന് അഭിമുഖമായ പ്രദേശത്ത് വായു ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊണ്ട് മഴ പെയ്യുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് കാറ്റിന് പ്രതിമുഖമായ വശത്ത് എന്ത് സംഭവിക്കുന്നില്ല? മഴ ഉണ്ടാവുന്നില്ല. അവിടെ മഴ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ് മഴ ഉണ്ടാവാതിരിക്കാൻ? അവിടെ ഈർപ്പരഹിതമായ കാറ്റാണ് താഴ്ന്നിറങ്ങുന്നത്. അതിന്റെ ഫലമായിട്ട് ഈ പ്രദേശങ്ങളിൽ മഴ പെയ്യാതിരിക്കുകയും ഇവിടെ വ്യാപകമായി മഴ പെയ്യുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഈ കാറ്റിന് പ്രതിമുഖമായ വശത്തെ ഓപ്പോസിറ്റ് സൈഡിനെ പറയുന്ന പേരാണ് മഴ നിഴൽ പ്രദേശങ്ങൾ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. കടലിൽ നിന്നും ഈർപ്പം വഹിച്ചുകൊണ്ടെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു. ഈ ഒരു പ്രോസസ്സ്. നെക്സ്റ്റ്, ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ പെയ്യുകയും ചെയ്യുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് പർവ്വതവൃഷ്ടി, ശൈലവൃഷ്ടി, പർവ്വതമഴ അല്ലെങ്കിൽ ഓറോഗ്രഫിക് റെയിൻഫാൾ. ഓക്കെ, എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖവശത്ത്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ പ്രതിമുഖ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം പശ്ചിമഘട്ടം എന്നൊരു കോൺസെപ്റ്റ് വരും. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് കാണപ്പെടുന്നതാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിന്റെ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് അറബിക്കടലാണ്. അറബിക്കടൽ ആണ്. ഈ അറബിക്കടലിൽ നിന്നും നീരാവി പൂരിതമായ വായു എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഈ മൺസൂൺ കാറ്റുകളെ ഈ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു സൈഡിൽ മഴ പെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്യും. ഇതേ പ്രോസസ്സ് നമ്മുടെ കേരളത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നതും ഇടുക്കി ജില്ലയിലെ ചിന്നാർ മേഖല അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമായതുകൊണ്ടാണ് ഇതിവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം SCRT NCRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വംശനാശം സംഭവിച്ചതായി 1 നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിന്നീട് ഇവ കേരളത്തിലെ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തിയതുമായ ഒരു പക്ഷിയാണ് ഏത്? ഓപ്ഷൻ എ ചെമ്പൻ നത്ത്, ഓപ്ഷൻ ബി ചെങ്കണ്ണി തിത്തിരി, ഓപ്ഷൻ സി മഞ്ഞക്കണ്ണി തിത്തിരി, ഓപ്ഷൻ ഡി മക്കാച്ചിക്കാട. ഇതും ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി മാക്കാച്ചിക്കാട എന്ന പക്ഷിയാണ്. ഇതൊരു പക്ഷിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണേ. പക്ഷിയാണ്. മാക്കാച്ചിക്കാട എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. അത് വംശനാശം സംഭവിച്ചതായി 1 നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പക്ഷീനം. അപ്പൊ മാക്കാച്ചിക്കാട എന്നതാണ് ശരിയായ ഉത്തരം. ഇനി എന്താണ് മാക്കാച്ചിക്കാട അല്ലെങ്കിൽ ആ ജീവിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. മാക്കാച്ചിക്കാട നോക്കിയേ, വംശനാശം സംഭവിച്ചതായി 1 നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിന്നീട് കേരളത്തിലെ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തിയ പക്ഷിയാണ് മാക്കാച്ചിക്കാട. ഓക്കെ, അറിയപ്പെടുന്ന മറ്റു പേരുകൾ ശ്രീലങ്കൻ ഫോക്ക് മൗത്ത്, സിലോൺ ഫോക്ക് മൗത്ത് എന്നീ പേരുകൾ കൂടി ഈ മാക്കാച്ചിക്കാടയെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പക്ഷീനത്തെ മറ്റ് അറിയപ്പെടുന്ന പേരുകളാണ് ഈ 2 പേരുകൾ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ്, ഈ കേരളത്തിൽ മാക്കാച്ചിക്കാടയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങൾ ചിമ്മിനി,
തട്ടേക്കാട്, നെല്ലിയാമ്പതി, പറമ്പിക്കുളം, തെന്മല, വയനാട്, പശ്ചിമഘട്ട മേഖലകൾ. ഈ പശ്ചിമഘട്ട മേഖലകളിലെല്ലാം എന്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്? കേരളത്തിൽ മാക്കാച്ചിക്കാടയുടെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2025 ഫെബ്രുവരിയിൽ മാക്കാച്ചിക്കാടയുടെ കണക്കെടുക്കാനുള്ള സർവേ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ആരംഭിച്ചു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ 2025 ഫെബ്രുവരിയിൽ മാക്കാച്ചിക്കാടയുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്താനുള്ള ഒരു പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതൊക്കെയാണ്? അന്യദേശ ജീവികളുടെ അധിനിവേശം, പരിസ്ഥിതി മലിനീകരണം, സഹവംശനാശം, പ്രകൃതി ദുരന്തങ്ങൾ. അപ്പൊ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ പോയിന്റുകളാണ് ഇവിടെ ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അന്യദേശ ജീവികളുടെ അധിനിവേശം, പരിസ്ഥിതി മലിനീകരണം, സഹവംശനാശം, പ്രകൃതി ദുരന്തങ്ങൾ. ഇവിടെ ശരി ഉത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയും 2ഉം 4ഉം തെറ്റുമാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരമായി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. ജൈവ വൈവിധ്യം കുറയാനുള്ള കാരണങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ സ്ഥിരമായി അങ്ങ് പഠിച്ചു വെക്കുക. ഒന്നാമത്തത് വാസസ്ഥലത്തിന്റെ നഷ്ടവും വിഘടനവും. ഒന്നാമത്തെ കാരണം ജൈവ വൈവിധ്യം കുറയാനുള്ള ഒന്നാമത്തെ കാരണം വാസസ്ഥലം, അതായത് ജീവികൾ ജീവിക്കുന്ന വാസസ്ഥലത്തിന്റെ നഷ്ടപ്പെടലും അതിന്റെ വിഘടനവും. അമിത ചൂഷണം, വിദേശ ജീവികളുടെ കടന്നുകയറ്റം, വംശനാശം. അവിടെ വംശനാശത്തിനെ കാണിച്ചിരിക്കുന്നത് സഹവംശനാശം എന്നാണ്. വിദേശ ജീവികളുടെ കടന്നുകയറ്റം, അന്യദേശ ജീവികളുടെ അധിനിവേശം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പരിസ്ഥിതി മലിനീകരണവും പ്രകൃതി ദുരന്തങ്ങളും അവിടെ പറയുന്നില്ല. അപ്പം ആ ഒരു പോയിന്റുകൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നതാണ് ഇതിനകത്തുള്ള ഒരു മാർഗം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP കുറിച്ച് ശരിയായി പറയുന്ന സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് 1972 രൂപീകരിച്ചത്. 1972 രൂപീകരിച്ചത്. NEPയുടെ ആസ്ഥാനം UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിൽ ആണ്. നെയ്റോബിയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. UNEP എന്നാണ്. നെക്സ്റ്റ്, ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UNEPയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 എന്ന ഒന്നിച്ചു വരുന്ന ആ ഒരു ഓപ്ഷനാണ് ശരിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്താണ് UNEP എന്ന് നമുക്ക് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നതാണ് UNEPയുടെ ഫുൾ ഫോം. ഇതൊരു UN ഏജൻസി, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ്. ഏത്? UNEP. രൂപീകൃതമായ വർഷം 1972, 1972. UNന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ചുമതല. UNന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന ചുമതലയുള്ള ഏജൻസിയാണ് UNEP. ആസ്ഥാനം നെയ്റോബി, കെനിയയിലെ നെയ്റോബിയാണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ജൂൺ 5 അതറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, UNEPയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇംഗർ ആൻഡേഴ്സൺ. ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ. അപ്പൊ ഇത്രയും പോയിന്റുകൾ നമ്മുടെ UNEPയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഈ പറഞ്ഞ പോയിന്റുകളാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റുകളായി വന്നത്. ഓപ്ഷൻ ഡി ശരി ഉത്തരമായി നമ്മൾ പരിഗണിച്ചതും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിലാണ്? ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്? നോക്കിക്കോ. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ചെന്നൈ. ഇവിടെ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ചെന്നൈ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ചെന്നൈ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിലാണ്? ചെന്നൈ നഗരത്തിൽ ആണ്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖ.
ഇത് പ്രീവിയസ് ഇയറിൽ മറ്റൊരു എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. എല്ലാവർക്കും അറിയാം, വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖ ഏതാണ്? റെഡ് ഡേറ്റ ബുക്കാണോ, ഗിന്നസ് ബുക്കാണോ, ലിങ്ക ബുക്കാണോ, ജംഗിൾ ബുക്കാണോ? രസകരമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു PSC കൊടുത്തിട്ടുള്ളത്. ശരി ഉത്തരം റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്കാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ മുൻ വർഷങ്ങളിൽ PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങളെയും ഏത് രീതിയിൽ സമീപിക്കണം, പഴയ ടൈപ്പ് ചോദ്യങ്ങളും പുതിയ ടൈപ്പ് ചോദ്യങ്ങളും നമ്മളിവിടെ പരിചയപ്പെട്ടു. ഓരോ ചോദ്യങ്ങളും നമ്മൾ SCRT NCRT പാഠപുസ്തകങ്ങളിലെ കണ്ടന്റുകളുമായി റിലേറ്റ് ചെയ്തവ ആയതുകൊണ്ടാണ് കൂടുതൽ പ്രധാനപ്പെട്ട എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത്. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോയി വരാനിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ഉയർന്ന റാങ്കുകളിലെത്തി ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം ഉറപ്പിക്കാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഏറ്റവും പുതുതായി ആരംഭിച്ചിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാച്ചിലേക്ക്, അതായത് ഉദ്യാൻ 2.0 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ബാച്ചിൽ നിലവിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തുടക്കം മുതലേ പഠിച്ചാൽ പരീക്ഷയെ നമുക്ക് പേടി കൂടാതെ സമീപിക്കാം. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ കൃത്യമായ വിശകലനം, അതുപോലെ തന്നെ ഫുൾ സിലബസ് കവറേജ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ, ഡെയിലി ടോപ്പിക് റിവിഷൻ, എക്സ്ട്രാ ലൈവ് ക്ലാസ്, മോഡൽ എക്സാം, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, PYQ ഡിസ്കഷൻ എന്നിവയിലൂടെ സിസ്റ്റമാറ്റിക്കായി സ്മാർട്ട് വർക്കിലൂടെ ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമുക്ക് പഠനം തുടരാം. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വെറുതെ എന്തെങ്കിലും പഠിച്ചു എന്നതിനകത്ത് കാര്യമില്ല. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ആ ചോദ്യ രീതിക്ക് അനുസരിച്ച് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ടോപ്പിക്ക് കവർ ചെയ്ത് നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം ഹാളിലേക്ക് പോകാൻ സാധിക്കും. അപ്പം വരാനിരിക്കുന്ന പരീക്ഷകളിലെല്ലാം ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് LGS വിജ്ഞാപനം 2025 അവസാനത്തോടുകൂടി വരാൻ പോവുകയാണ്. സോ കമ്പനി ബോർഡ് LGS തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും.